ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇംഗ്ലീഷ് ട്രൂ ട്രാക്കിൻ്റെ പുതിയൊരു ക്ലാസ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ റീഡിംഗ് ആസ് വൺ ഓഫ് ദ ഫ്ലുവൻസി സൊല്യൂഷൻസ് എന്ന ഭാഗത്തിൻ്റെ തുടർ ക്ലാസ്സാണത്. പാർട്ട് 3. എല്ലാവരും റീഡിങ്ങിനെ സംബന്ധിച്ചുള്ള പാർട്ട് 1, പാർട്ട് 2 ക്ലാസ്സുകൾ ശ്രദ്ധിച്ചിട്ടാണ് പാർട്ട് 3 നിരീക്ഷിക്കാൻ വേണ്ടി വരുന്നത് എന്ന് പ്രതീക്ഷിക്കുന്നു. സുഖം തന്നെയല്ലേ എല്ലാവർക്കും? ഓക്കെ ആണല്ലേ? എന്താ കുറച്ച് ദിവസം വൈകിയത് സാർ ക്ലാസ് ഇടാൻ എന്നത് ചോദിക്കണമെന്നുണ്ടല്ലേ? ഇല്ല, അങ്ങനെ വൈകിട്ടില്ല. നിങ്ങൾക്ക് കിട്ടുന്ന ക്ലാസ്സുകളൊക്കെ ലെങ്തി ക്ലാസ്സുകൾ തന്നെയാണ്. അപ്പോൾ ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ട് കേട്ട് പരിശീലിച്ച് കടന്നു പോകാൻ സാധിക്കില്ല. കാരണം ക്ലാസ്സിൻ്റെ വിവിധ വശങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ അല്പസമയമെടുത്തു എന്ന് വരും. മാത്രമല്ല, സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. പെട്ടെന്ന് തിരക്ക് പിടിച്ച എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തീർത്തങ്ങ് ബൈ പറയുമ്പോൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെന്ന് വരും. അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡിൽ നമ്മുടെ ക്ലാസ് തുടരുന്നത്. ഓക്കെ, അങ്ങനെ പറഞ്ഞ് സാർ ഈ ക്ലാസ് ലെങ്തി ആക്കണ്ട. ഇല്ല, കണ്ടൻറ്റിൻ്റെ പ്രാധാന്യത്തിനനുസരിച്ച് ക്ലാസ് കുറച്ച് നീണ്ടുപോകുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അതൊക്കെ ഒന്നിച്ച് കാണാമല്ലോ. സാധാരണ കുട്ടികൾ ഫസ്റ്റ് അവർ, സെക്കൻഡ് അവർ, അല്ലെങ്കിൽ ഫസ്റ്റ് പീരീഡ്, സെക്കൻഡ് പീരീഡ് എന്ന രൂപത്തിലൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് പോലെ ഒഴിവ് ദിവസങ്ങളിൽ നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്താണ് ഈ ബയോളജിക്കൽ സൈഡ് ഓർ ബയോളജിക്കൽ ആസ്പെക്റ്റ് ഓഫ് റീഡിങ്? ബയോളജിക്കൽ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് റീഡിങ് ഇംപ്രൂവ്സ് വൺസ് ഇമോഷണൽ കോഷൻ. വൈകാരികത, നമ്മൾ പലപ്പോഴും ആശയവിനിമയം ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ വൈകാരികതയെ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ അവിടെ വ്യക്തിത്വത്തെ ബാധിക്കും. നമ്മുടെ ഹാബിറ്റ് തന്നെ, നമ്മുടെ ബിഹേവിയറൽ ഹാബിറ്റ് തന്നെ വേറെ രൂപത്തിൽ വ്യാഖ്യാനിക്കപ്പെടും. റിലേഷൻഷിപ്പ് തന്നെ അവിടെ മോശമായി വരും. അപ്പോൾ റീഡിങ് എന്നത് ഒരു പ്രോസസ്സായി നിങ്ങളെടുത്ത് ഇംഗ്ലീഷ് ഫ്ലുവൻസി ഉറപ്പുവരുത്താൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതോടൊപ്പം തന്നെ റീഡിങ് ഹാബിറ്റ് ഒരു റുട്ടീൻ അഥവാ ദിനചര്യ അഥവാ ഒരു പതിവ് അഥവാ ഒരു സ്വഭാവം എന്ന നിലയിൽ നിങ്ങൾ വ്യത്യസ്ത പുസ്തകങ്ങൾ, മൂല്യമുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന അറിവുകൾ, അനുഭവങ്ങൾ, എഴുത്തുകാരുടെ അനുഭവങ്ങൾ, സാഹിത്യ ഭാഷാ പ്രയോഗങ്ങൾ, ഇതൊക്കെ നിങ്ങളിൽ വൈകാരികമായ ഗുണങ്ങൾ വളർത്തിക്കൊണ്ടുവരികയും അവയെ നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഫാക്ടർ അഥവാ എലമെൻറ്റും കൂടെ സൂചിപ്പിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. ഏതായാലും വായന അഥവാ റീഡിംഗ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇംഗ്ലീഷ് ഫ്ലുവൻസിക്ക് വേണ്ടിയും നിങ്ങളുടെ പൊതുവിജ്ഞാനം അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയും റീഡിംഗ് പ്രോസസ്സ് ആൻഡ് റീഡിംഗ് ഹാബിറ്റ് എന്ന നിലയിൽ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ലാത്ത ചില ദിനങ്ങളും കൂടെ ഓർമ്മിപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ ക്ലാസ്സിൻ്റെ അപൂർണതയ്ക്ക് അത് ഇടവരുത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ജൂൺ 19
എന്താ പ്രത്യേകത? പറയുന്നുണ്ടല്ലോ എല്ലാവരും അല്ലേ? എന്താണ്? ദേശീയ വായനാ ദിനം. ഓക്കെ, ആ ദിനം ജൂൺ 19 നമ്മൾ ഓർമ്മിക്കുന്നത് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ അല്ലേ, വായനശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന PN പണിക്കർ സാറിൻ്റെ ചരമദിനം അല്ലേ, ജൂൺ 19. അതൊരു പൊതുവിജ്ഞാനമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും നമുക്ക് പ്രത്യേകിച്ച് ആ ദിവസം നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുക, വായനശാലകൾ സന്ദർശിക്കുക, ഇതൊക്കെ പതിവായിട്ടുള്ളതാണ്. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ജീവനക്കാർക്കും എല്ലാവർക്കും, എല്ലാ വിഭാഗം ആളുകൾക്കും ഈ വായന എന്ന് പറയുന്നത് ഒരു ജീവോർജം നൽകുന്ന സ്രോതസ്സാണ്. തീർച്ചയായിട്ടും ആ ദിനം നിങ്ങൾ ഓർക്കണം. വായനാ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, വായനാ വാരം ഉണ്ടായിട്ടുണ്ട്, വായനാ മാസം ഉണ്ടായിട്ടുണ്ട്, വായനാ പക്ഷാചരണം ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഞാനൊക്കെ പങ്കെടുത്ത ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു. വായനായനം, പുസ്തകം പരിചയപ്പെടുത്തലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളും അല്ലേ, വീട്ടുമുറ്റ പുസ്തക ചർച്ചകൾ, ഇതൊക്കെ സമീപത്തുള്ള നാട്ടിലുള്ള അധ്യാപകരും അതുപോലെ തന്നെ കഴിവുറ്റ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എല്ലാ വിഭാഗം ആളുകളും ഭാഗമായിട്ടുള്ള വലിയൊരു പരിപാടിയായിരുന്നു അത്. നിങ്ങളുടെ നാട്ടിലും അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനിയും അതിൻ്റെ തുടർച്ചയൊക്കെ ഉണ്ടാവും. അതൊക്കെ ഈ റീഡിങ്ങിനെ സംബന്ധിച്ചുള്ള ഒരു ക്ലാസ് തരുമ്പോൾ ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ദിനമാണ് മാർച്ച് 19. ഇതും 19 തന്നെ, ഇൻ്റർനാഷണൽ ഡേ ടു റീഡ് മീ. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. അത് റീഡിങ്ങിനുള്ള ഇൻ്റർനാഷണൽ ഡേ ആയി നമ്മൾ ആചരിക്കുന്നതാണ്. അപ്പോൾ പ്രാദേശിക തലത്തിലും ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമൊക്കെ റീഡിങ്ങിന് അത്രമാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ അതൊരു പ്രോസസ്സ് എന്ന നിലയിലും ഒരു ഹാബിറ്റ് എന്ന നിലയിലും തുടരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളും എല്ലാവരും ഇവയുടെയൊക്കെ ഭാഗമായി തീരേണ്ടതുണ്ട്. ആ രൂപത്തിൽ പഠന പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോവുക. അതുപോലെ തന്നെ നമ്മുടെ ഓർമ്മയിലേക്ക് എത്തുന്ന മറ്റൊരു ദിനമാണ് വേൾഡ് റെഡ് ബുക്ക് ഡേ. വേൾഡ് റെഡ് ബുക്ക് ഡേ അത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ചതിൻ്റെ സ്മരണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടരുന്ന ഒരു ദിനമാണ്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ദിനങ്ങളിലെല്ലാം നമ്മുടെ വായനശാലകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പരിശീലന കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില തൊഴിൽ സ്ഥാപനങ്ങളുണ്ട്. അതൊക്കെ സജീവമാകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഏതായാലും ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് റീഡിംഗ് എന്നത് ഒരു പ്രോസസ്സായിട്ടും ഒരു ഹാബിറ്റായിട്ടും നിങ്ങളുടെ ഭാഷാ പഠനം മെച്ചപ്പെടുത്താൻ വളരെയധികം സഹായിക്കുന്നുണ്ട്, ഇനിയും അങ്ങോട്ട് സഹായിക്കും എന്ന അർത്ഥത്തിൽ അതിനെ കാണുക. അപ്പോൾ റീഡിംഗ് എന്ന ഒരു ബേസിക് ലാംഗ്വേജ് സ്കില്ലിനെ സംബന്ധിച്ച് അതൊരു റീഡിംഗ് പ്രോസസ്സ് എന്ന നിലയിലും ഒരു പ്രക്രിയ എന്ന നിലയിലും റീഡിംഗ് ഹാബിറ്റ് ഒരു ദിനചര്യ എന്ന നിലയിലും നിങ്ങളുടെ പഠന പ്രക്രിയയ്ക്കും അതുപോലെ തന്നെ ജീവിത വിജയം ഉറപ്പു നൽകുന്ന എല്ലാ കാര്യങ്ങൾക്കുമുള്ള ഉൾബലം എന്ന നിലയിലും സഹായകരമാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും വായിക്കുവാനുള്ള നല്ല ദിനങ്ങൾ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നിങ്ങളുടെ അംഗീകാരത്തിന് വേണ്ടി നൽകുകയാണ്. സാധാരണ ഓർമ്മിപ്പിക്കുന്നത് പോലെ ഇംഗ്ലീഷ് ട്രൂ ട്രാക്ക്
എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വേണ്ടപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുക. അങ്ങനെ ഇംഗ്ലീഷ് ടു ട്രാക്കിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി നിങ്ങൾ സഹായിക്കുന്നു എന്ന ഒരു കൃതജ്ഞതയോടുകൂടി മാഷ് ഇന്നത്തെ ക്ലാസ് നിങ്ങളുടെ അംഗീകാരത്തിന് വേണ്ടി നൽകിക്കൊണ്ട് വിട പറയുന്നു. ഓക്കെ, നല്ല വായനാ ദിനങ്ങൾ ആശംസിക്കുന്നു. ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.